സർക്കാരിൻ്റെ ഏജൻസികൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. വലിയ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എങ്ങനെയാണ് അവരുടെ മുൻ നിക്ഷേപകർക്ക് വളരെ കൃത്യമായി പലിശ കൊടുക്കുന്നത് എന്നുള്ളതും അതുതന്നെയാണ് ഏറ്റവും വലിയ അപകടം. വലിയ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവരുടെ ലാഭം മുഴുവൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുതരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരാ ലാഭം അവർ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലാതെ അവരുടെ ഷെയറാക്കി മാറ്റുകയോ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് കൊണ്ടുതരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിക്കുന്നതെന്നും വിചാരിക്കരുത്. സാധാരണ രീതിയിൽ കിട്ടാൻ വേണ്ടി പോകുന്ന റിസർവ് ബാങ്ക് അനുവദിച്ചിരിക്കുന്ന സർക്കാർ അനുവദിച്ചിരിക്കുന്ന നിയമത്തിൻ്റെ അകത്തു നിന്നുള്ള പലിശ നിരക്കും അതിനോട് ഏറിയോ കുറഞ്ഞോ ഒക്കെയുള്ള 1-2% കൂടുതൽ 2-3% കൂടുതൽ മാക്സിമം, അതൊക്കെ എക്സ്ട്രീമാണ്. 3% എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. അതിൽ കൂടുതൽ പലിശ എന്നുള്ളത് അതോടുകൂടി അപകടമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം. ആദ്യത്തെ 3 മാസം നമുക്ക് ചിലപ്പോൾ പലിശ കിട്ടും. ഇത് കൃത്യം പാറ്റേണാണ്. ഇത് ലോകത്തിൽ പൊട്ടിയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും പാറ്റേൺ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ 3 മാസം അവർ പലിശ ഗംഭീരമായിട്ട്, 4-ാമത്തെ മാസം 1 മാസത്തെ അഡ്വാൻസ് ആയിട്ട് പലിശ വേണമെന്ന് പറയും. 6-ാമത്തെ മാസം സ്ഥാപനം തന്നെ ഉണ്ടാവണമെന്നില്ല. റിസർവ് ബാങ്ക് അനുവദിച്ചിരിക്കും. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലോ അല്ലെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ ഈവൻ പ്രൈവറ്റ് ബാങ്കിലോ ICICI ബാങ്കിലോ HDFC ബാങ്കിലോ കൊണ്ടുപോയി നിങ്ങളൊരു പണം കൊണ്ടുപോയിട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ 2-3% കൂടുതൽ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് റിസ്ക് ഉണ്ട്. അതെല്ലാം തട്ടിപ്പണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിനകത്തൊക്കെ വലിയ റിസ്ക് ഉണ്ട്. നിങ്ങൾക്ക് പലിശ കൂടുതൽ ഓഫർ ആയിക്കൊണ്ടിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് റിസ്ക് കൂടുതൽ.